പാണക്കാട്ടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കേരള വിഷൻ ന്യൂസ് നടത്തിയ പ്രത്യേക അഭിമുഖത്തിലേക്ക് തിരിച്ചെത്താം. സമയം പോക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ വെറുതെ ഇങ്ങനെ നടക്കും ഓരോ തൊടുകളിലും. ഇന്നത്തെ പോലെയല്ല, തൊടു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, പറമ്പ് തൊടു, അവിടെ ഇങ്ങനെ പോയി നടന്ന് നല്ലൊരു ഉദ്ദേശത്തോടെയാണ് നടക്കുക. പക്ഷേ സംഗതി ഇത് ആകെ ക്ഷീണമാവും. അപ്പോൾ ചിലർ ഈ നടത്തത്തിനൊരു നോമ്പ് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാൽ നടക്കുന്നത്, പക്ഷേ നടത്തത്തിനൊരു നോമ്പ് മുറിഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ള ഓർമ്മയാണ് കുട്ടിക്കാലത്ത് നമ്മൾ നോമ്പിനെ കുറിച്ച് തോന്നാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, പ്രത്യേകിച്ച് അങ്ങയുടെ പിതാവ് പൂക്കോയ തങ്ങളടക്കമുള്ള എങ്ങനെയാണ് തങ്ങളെ കാർക്കശ്യക്കാരനായ ഒരു പിതാവായിരുന്നതല്ല, പ്രത്യേകിച്ച് നോൻപിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ? പിതാവ് എപ്പോഴും ഒരു മിതത്വത്തിലെ ഒരാളാണ്. ഒരു കാർക്കശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടും എല്ലാവരോടും വളരെ സൗഹൃദം പങ്കിട്ടുകൊണ്ടൊക്കെയുള്ള ഒരാളാണ് പിതാവ്. പിന്നെ നോമ്പിനൊക്കെ തന്നെ നമ്മളെ എപ്പോഴും പള്ളിയിൽ കൊണ്ടുപോകാൻ എന്ന രീതിയിലൊക്കെ എപ്പോഴും നമ്മൾ ഒന്നിച്ചുണ്ടാവും. പള്ളിയിലേക്ക് ഒന്നിച്ച് പോകണം. പിന്നെ അന്ന് തറാഫിയാണല്ലോ നോമ്പിൻ്റെ പ്രധാനത്. അപ്പോൾ തറാഫീനും രാത്രി ഒരുമിച്ച് വീട്ടിൽ നിന്ന് നടന്നാണ് പള്ളിയിലേക്കൊക്കെ പോവുക. അപ്പോൾ വാപ്പാൻ്റെ കൂടെ പോകുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. പിന്നെ പിതാവിനോടൊപ്പം എപ്പോഴും ആൾക്കാരും ഉണ്ടാവുമല്ലോ കൂടെ, എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരുടെ കൂടെ കൂടി അങ്ങനെ ഒന്നിച്ച് ഒരു ജാഥ പോലെ പള്ളിയിലേക്കൊക്കെ പോകാറുള്ളത്. പിന്നെ പിതാവിൻ്റെ കാലത്ത് അന്നത്തെ ഒരു നോമ്പുറ ഒരു പ്രത്യേക രസമായിരുന്നു. അത് വീട്ടിൽ വേറെ ആളുകളൊക്കെ ഉണ്ടാവും, പിതാവിനെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ അന്നത്തെ നോമ്പുറ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിരുന്നു, ഇന്നത്തെ പോലെയല്ല. ഇന്നൊക്കെ ഒരു ഭക്ഷണത്തിൻ്റെ ആധിക്യമാണല്ലോ. ഇന്ന് ഇഫ്താറിലൊക്കെ വലിയ ആധിക്യമായിട്ട് ആഘോഷമാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ഒരു പത്തിരി, ചിലപ്പോൾ കോഴിക്കറി അല്ലെങ്കിൽ ബീഫ് കറി അതന്നെ ഉണ്ടാവുള്ളൂ. അത് മതിയാവും. പിന്നെ അന്നത്തെ പ്രത്യേകത ചില ആ പത്തിരി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ നെല്ലുത്തരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അത് നമുക്കന്ന് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൃഷി കൊയ്ത് കൊണ്ടുവന്നിട്ട് അതവിടെ വീട്ടിൽ മുറ്റത്ത് ഉണക്കിയിട്ട് അത് കുത്താനും സ്ത്രീകളൊക്കെ ഉണ്ടാവും. അവർ കുത്തി ഉണക്കി എടുത്ത് ആ അരിയും കുത്തിയിട്ടാണ് അതിൻ്റെ പത്തിരി. ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ പോലെ നമ്മൾ വാങ്ങുന്ന പൊടിയൊന്നുമല്ല. അത് തികച്ചും നാച്ചുറലായിട്ടുള്ള ആ ഒരു പൊടി കൊണ്ടുണ്ടാക്കുന്ന പത്തിരി എന്ന് പറയുമ്പോൾ അത് ദൂരത്ത് നിന്ന് തന്നെ അതിന് നല്ലൊരു മണം വരും. അതിൽ തേങ്ങാപ്പാലും ചേർത്തിട്ട് ഉള്ളൊരു അത് നോമ്പിന് മാത്രമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. ഇത് കാണുന്ന പ്രേക്ഷകർ കരുതും മിക്കവാറും തങ്ങളെ കൊതിപ്പിക്കുകയാണ്. അത് തേങ്ങാപ്പാലൊക്കെ പുരട്ടി ആ പത്തിരി നട്ടി വെച്ചാൽ തന്നെ നല്ലൊരു മണം ഇങ്ങനെ പരക്കും. അതാണ് നോമ്പ് തുറക്ക് ഉണ്ടാവുക. അതും ഇറച്ചിക്കറി ഉണ്ടാവും. അപ്പോൾ ബാപ്പാൻ്റെ കൂടെ ആകുമ്പോൾ വേറെ ആൾക്കാരൊക്കെ നോമ്പ് തുറക്കാനുണ്ടാവും. അപ്പോൾ ഒന്നിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നതൊക്കെ ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് കുട്ടിക്കാലത്തെ നോമ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളാണ് വരിക. ഇപ്പോഴ് തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ തങ്ങളുടെ ഇഫ്താറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അന്ന് ബന്ധുവീടുകളിലൊക്കെ ഇഫ്താർ സംഗമങ്ങളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വിപുലമായിട്ടുണ്ടാവാറില്ല. ബന്ധുവീടിനിപ്പോൾ അടുത്ത ബന്ധത്തിലൊക്കെ പോയി നോമ്പ് തുറന്ന് പോരും. എന്നല്ല, ഇന്നിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഇഫ്താറൊക്കെ സംഘടിപ്പിക്കാൻ കുറേ ആളുകളൊക്കെ വിളിച്ച് വലിയ പരിപാടിയായിട്ടാണല്ലോ ഇന്ന് നടത്തുക. അന്ന് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇനി അടുത്ത ബന്ധു വീട്ടിലൊക്കെ പോയാൽ തന്നെ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുള്ളൂ, വിരലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ തരത്തിലൊക്കെ നോമ്പ് തുറന്ന് പോരും. അതൊരു സൗഹൃദമാണല്ലോ. അതെ, അതൊരു സൗഹൃദത്തിൻ്റെ കാര്യമായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇപ്പോൾ ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ തങ്ങളെ ക്ഷണിക്കാൻ വരുന്നു ഉത്സവത്തിന്. പക്ഷേ ദൗർഭാഗ്യവശാൽ തങ്ങളൊന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇങ്ങനൊരു മതസാഹോദര്യത്തിൻ്റെ ഒരു ഈറ്റില്ലമായിട്ട് പാണക്കാട് കുടുംബം മാറുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ ഈ നോൻപ് കാലത്ത് ഇതുപോലെ മറ്റ് ഇതര മതസ്ഥരായ സഹോദരങ്ങളായിട്ട് നോൻപ് തുറയുക, അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളോ അനുഭവങ്ങളുണ്ടോ? നോമ്പ് തുറക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇപ്പോൾ നമ്മുടെ പെരുന്തമണ്ണക്ക് അടുത്ത് ഞാൻ പോയിട്ടില്ല. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് അവിടെ ഒരു ഇഫ്താർ, ഒരു ഉത്സവമല്ല, ക്ഷേത്രത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ അവിടെ നാട്ടുകാർക്ക് ഇഫ്താർ സംഘടിപ്പിച്ചായിട്ട് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു. ഇതിപ്പോൾ കിഴിശ്ശേരിയിൽ നിന്നാണ് വന്നത്. അവരുടെ ക്ഷേത്രോത്സവമുണ്ട്. സാധാരണ ഗതിയിൽ നമ്മൾ ക്ഷേത്രോത്സവത്തിന് പോകാറുണ്ട്. ഇന്ന് ഇപ്പോൾ നോമ്പ് മാസം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, ചന്ദ്രമാസം ആയതുകൊണ്ട് മാറി. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോഴത്തെ ഈ നോമ്പിനാണ് അവരുടെ ഉത്സവം വന്നത്. അപ്പോൾ ഉത്സവം വന്നപ്പോൾ ഉത്സവ കമ്മിറ്റി ഇഫ്താർ സംഘടിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് ക്ഷണിക്കാനാണ് അവർ വന്നത്. പക്ഷേ അന്ന് ഞാൻ എറണാകുളത്ത് ഇതുപോലെ വേറൊരു പരിപാടിയുണ്ട്, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ
ഒരു പരിപാടി നേരത്തെ വെച്ചതുണ്ട്. അതിൽ സ്വാമിമാരും സഭാ മേലധ്യക്ഷ അച്ഛന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി. അപ്പോൾ അതിന് വേണമെങ്കിൽ പോവുക. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ളത് കൊണ്ട് ഇത് എനിക്ക് പോകാൻ പറ്റില്ല, ഇനി വേറെ ആരെങ്കിലും ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരോട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ആളുകൾ വന്ന് സങ്കടങ്ങൾ പറയുന്നു. അവരുടെ സങ്കടങ്ങൾ ഈ വട്ടമേശയ്ക്കരികിലെത്തുമ്പോൾ തീരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും സ്വാഭാവികമായിട്ടും ഇത്രയും സങ്കടങ്ങൾ കേൾക്കുന്ന ഒരു ആളെന്ന രീതിയിൽ തങ്ങളുടെ മനസ്സിനെ അത് നോവിക്കാറാണോ എന്താണ് ഉണ്ടാവുന്നത്? അല്ല, അവരവരുടെ നോവാണ് നമ്മളോട് പറയുന്നത്. ആ നോവ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളത് കേൾക്കുക എന്നുള്ളതാണ്. നമ്മളത് കേട്ടാൽ തന്നെ അവരുടെ നോവിൻ്റെ പകുതി തീരും. ഈ നോവുള്ളവരെ, വേദന അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ കേൾക്കാൻ ആളുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. കാരണം അവർ ഒറ്റപ്പെട്ടു പോയി, അവരെ ആരും നോക്കുന്നില്ല എന്നൊക്കെ ചിന്തയായിരിക്കുമല്ലോ അവർക്ക്. അവർ പറയുന്ന ആരും കേൾക്കുന്നില്ല എന്നൊക്കെ ചിന്ത ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ അവരുടെ പ്രയാസത്തിൻ്റെ ഒരു 3/4 പങ്കും തീരും. അപ്പോൾ അതാണ്. ഞങ്ങൾക്കതൊരു മടുപ്പായി തോന്നാറില്ല. ഞങ്ങൾ പറയുന്ന എല്ലാവരും കേൾക്കും. നമുക്ക് അവരുടെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാണ്ടെങ്കിൽ തിരിച്ച് പറയും. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അവർക്ക് സമാധാനം കിട്ടുക എന്നുള്ളതാണല്ലോ. സമാധാനം ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ തന്നെയുള്ള ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അതാണ്. പിന്നെ ഈ നോൻപുമായി ബന്ധപ്പെട്ട് ലൈലത്തുൽ ഖദർ രാവ്, ഈ നോൻപിൻ്റെ അവസാന 10 ഉറക്കമിളച്ചുകൊണ്ടുള്ള ഭജന വിരിക്കൽ പള്ളികളിൽ, അത്തരം ഓർമ്മകൾ എങ്ങനെയാണ്? അത് 27-ാം രാവ് എന്ന് പറഞ്ഞ രാവുണ്ട്. ലൈലത്തുൽ ഖദർ അന്നാണ് എല്ലാവരും കൂടുതലായും പ്രതീക്ഷിക്കുന്നത്. അന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ലൈലത്തുൽ ഖദറിൻ്റേതായിട്ടുള്ള പ്രത്യേക ചടങ്ങുകളും ദ്വാകളും പ്രാർത്ഥനകളൊക്കെ അന്നാണ് ഉണ്ടാവുക. അപ്പോൾ 27-ാം രാവ് എന്ന് പറഞ്ഞാൽ 26 പകൽ, നോമ്പ് 26 പകൽ ഈ സക്കാത്ത് വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ ധാരാളം വരുന്ന സമയമാണ്. അത് നാടുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഓരോ വീടുകളും കയറി സക്കാത്ത് വാങ്ങി പോകുന്നൊരു കാഴ്ച മുസ്ലിം ഏരിയകളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അന്നത്തെ പകൽ അതാണ്. എന്തെങ്കിലും നമുക്ക് പൈസ കൊടുക്കാണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിന് വേണ്ടി ആൾക്കാർ വരും, അവർക്ക് കൊടുക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ആൾക്കാർക്ക് നമ്മുടേതായ സക്കാത്ത് ഉണ്ടാവുമല്ലോ, അത് കണക്കാക്കി വെച്ചിട്ട് അതും അധികം കൊടുക്കുക. 26-ാമിൻ്റെ ആ പകലാണ്. അന്ന് രാത്രിയാണ് പിന്നെ ഈ ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ലൈലത്തുൽ ഖദറിന് പിന്നെ നമ്മൾ പള്ളിയിൽ പ്രത്യേകമായിട്ടുള്ള ദ്വാ ഉണ്ടാവും, പാതിരാത്രിക്ക് ഉണ്ടാവും, പിന്നെ സുബഹിയോട് തൊട്ടടുത്ത സമയത്തൊക്കെ ഉണ്ടാവും. അത് പിന്നെ ഇതായിരുന്നു പ്രത്യേക തസ്ബീഹ് നമസ്കാരം എന്ന് പറഞ്ഞ ദീർഘമായ നമസ്കാരമുണ്ട്. തറാവീഹ് നമസ്കാരത്തോട് പുറമെ ആ തസ്ബീഹ് നമസ്കാരം നിസ്കരിക്കും. അപ്പോൾ ഇങ്ങനെ ലൈലത്തുൽ ഖദറിൻ്റെ ഹയാത്താക്കുക എന്നുള്ളത് അതിൻ്റെ പുണ്യം നേടുന്നതിന് വേണ്ടി രാത്രി യാമങ്ങൾ പിന്നിട്ടുകൊണ്ടും വിശ്വാസികൾ ഇതിന് തയ്യാറാകുന്നുണ്ട്. മറ്റൊന്ന് ഈ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ഇന്നൊക്കെ അത് വലിയ ആഘോഷമായി മാറുന്നു. ഒരുപക്ഷെ തങ്ങളുടെ ബാല്യകാലത്തൊക്കെ അത് എങ്ങനെയുള്ള ഒരു ഇതായിരുന്നു? വറുതിയുടെ പെരുന്നാളായിരുന്നല്ല അന്നും ആഘോഷങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇതുമായി തട്ടിച്ച് നോക്കുമ്പോൾ അന്നത്തെ ആഘോഷങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അന്നിപ്പോൾ നമ്മൾ പുതിയൊരു ഡ്രസ്സ് ധരിക്കും. പെരുന്നാളിനാണ് പുതിയ ഡ്രസ്സ് നമ്മൾ വാങ്ങുക, നമുക്ക് കിട്ടുക. പുതിയ ഡ്രസ്സ് എന്നപോലത്തെ പുതിയ ചെരുപ്പ്, അതൊക്കെ പെരുന്നാളിന് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ എല്ലാ വീടുകളും കയറി ഇറങ്ങും. അവിടെയൊക്കെ സൗഹൃദം പങ്കുവെക്കുക എന്നല്ല, കുടുംബ സന്ദർശനം തന്നെയാണ് പ്രധാനമായിട്ടും പെരുന്നാളിന് ഉണ്ടാവുക. ഇന്ന് പിന്നെ ആർക്കും അതിന് സമയമില്ലാത്തതുകൊണ്ട് ഓരോരുത്തരെ തിരക്കും പോയി. അന്നങ്ങനെയല്ല, അന്ന് എല്ലാ വീടുകളിലും പോകും, എല്ലായിടത്തും സന്ദർശിക്കും. അങ്ങനെ എല്ലായിടത്തും പോകണം എന്ന് തന്നെയായിരുന്നു വാപ്പാൻ്റെ പ്രത്യേകമായിട്ട് നിർദ്ദേശം. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ജോലിക്ക് നിൽക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ വീടുകളിൽ പോകണം എന്ന് വാപ്പ പ്രത്യേകമായിട്ട് നമ്മളോട് പറയാറുണ്ട്. പെരുന്നാളിൻ്റെ ദിവസമേ ആ ജോലിക്ക് നിൽക്കുന്ന അവരുടെ വീടുകളിൽ പോകണം. അത് അവർക്കും വലിയ സന്തോഷമാണ്, നമുക്കും തന്നെ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. അവിടെ വലിയ ഭക്ഷണം ആധിക്യമൊന്നും ഉണ്ടാവില്ല. അവർക്കിപ്പോൾ സാധാരണ കഞ്ഞി കുടിക്കുന്നവരായിരിക്കും അവർ അന്ന് ചോറ് വെച്ചിട്ടുണ്ടാവും. ആ ഒരു വ്യത്യാസം അന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ വീടുകളൊക്കെ സന്ദർശിക്കുമ്പോൾ അത് നല്ലൊരു അടുപ്പും ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അന്നേരമൊക്കെ വാപ്പ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ പാണക്കാട് കുടുംബത്തിലെ നിലവിലെ കാരണവരാണ് തങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നോൻപ് കാലം പാണക്കാട് കുടുംബത്തിന് ഒത്തൊരുമയുടെ ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇത്തവണ പാണക്കാട് കുടുംബത്തിലെ ഒത്തൊരുമ നോൻപ് കാലത്തോ അല്ലെങ്കിൽ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടോ? അതായത് എല്ലാ വീടുകളിലും പിന്നെ നോമ്പ് ഉറപ്പിക്കും. അത് എല്ലാവരും ഒരു ദിവസം
എല്ലാ വീടുകളിലും ആളും പിടിച്ചിട്ട് അത് എല്ലാ വീടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നോമ്പ് ഉറപ്പിക്കും. അതൊരു കൂട്ടായ്മയാണല്ലോ, അതൊരു ഒത്തൊരുമയുടെ കാര്യമാണ്. എന്നപ്പോഴത്തെ പെരുന്നാളിന് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് നിൽക്കും. ഒരു വർഷം ഒരു വീട്ടിലാണെങ്കിൽ അടുത്ത വർഷം വേറെ വീട്ടിൽ ആ പെരുന്നാളിൻ്റെ സദ്യയും കാര്യമൊക്കെ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ എല്ലാവരും വരും. അപ്പോൾ അന്യോന്യം ഒരു അടുപ്പം അതിലൂടെ നമുക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ നമ്മളിപ്പോൾ പൊതുവെ പറയുന്നതൊരു കെട്ടകാലം എന്നൊക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം പരസ്പരം വിദ്വേഷം വളർത്താൻ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളോട് അല്ലെങ്കിൽ സമൂഹത്തോട് തങ്ങൾക്ക് എന്താണ് ഈ റമദാൻ നോൻപിന് അല്ലെങ്കിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അത് നോമ്പ് ആഘോഷങ്ങൾ, അത് പെരുന്നാളാവട്ടെ, ഓണാവട്ടെ, വിഷു ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, അവിടെയൊക്കെ കൂടിച്ചേരുക എന്നുള്ളതാണ് ആ ഒരു ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഇന്നും എന്നും ലോകത്തിന് ആവശ്യവും അതുതന്നെയാണ്. പക്ഷേ ചിലരൊക്കെ അകറ്റുന്നതിന് വേണ്ടി ശ്രമിക്കും. അകൽച്ചയുടെ രാഷ്ട്രീയം എന്ന് പറയും. അതുപോലെ തന്നെ ഒരു അകൽച്ചയുടെ മനസ്സ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുന്നു. ഇതൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൂടാ. നമുക്കെപ്പോഴും ഒത്തൊരുമിച്ച് അടുപ്പത്തിൻ്റെ രാഷ്ട്രീയം, ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഒരു മനസ്സ്, അതിനെയാണ് നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ആഘോഷവും ഇപ്പോൾ നമുക്കറിയാലോ, ഓരോ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർ ആ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ആർക്കും അവിടെ ഒരു വിഭാഗീയത ഉണ്ടാവുകയില്ല. വലിയ സന്തോഷത്തോടായിരുന്നു. ഇപ്പോൾ ഓണത്തിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാ സമുദായക്കാരും ഒരുമിച്ച് ചേരുമ്പോൾ വലിയ സന്തോഷമാണ്. ക്രിസ്മസ് അതുപോലെ പെരുന്നാളിലൊക്കെ എല്ലാ സമുദായക്കാരും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ പങ്കുവെക്കപ്പെടുന്ന മതങ്ങൾക്ക് അതീതമായ, വിശ്വാസങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. അതാണ് വാസ്തവത്തിൽ ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആഘോഷങ്ങളെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുക. എന്തായാലും ഈ റമദാനായാലും അല്ലെങ്കിൽ അതേ തുടർന്നുള്ള പെരുന്നാളായാലും പരസ്പരം ഒത്തുചേരാനുള്ള അവസരമാക്കി മാറ്റണം എന്നാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. പാണക്കാട് നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.